ബസ്സാവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. അല്ലാതെ അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെ ഒരു കൈ ഡിസ്റ്റൻസിലായിട്ട് നിൽക്കാനൊന്നും ബസ്സിൽ കഴിയൂല. അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറിയാൽ. ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? ഒരു പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് ഒരു യുവാവിനെ അപമാനപ്പെടുത്തി. ആ കാരണം കൊണ്ട് ആ യുവാവ് ഇന്ന് ആത്മഹത്യ ചെയ്തു. എന്തു കിട്ടി? ആ പെണ്ണ് നഷ്ടപ്പെടാനൊന്നുമില്ല. ആ യുവാവിന്റെ വീട്ടുകാർക്കല്ലേ നഷ്ടമായത്, അവരുടെ അത്താണിയല്ലേ നഷ്ടമായത്. ഈ പെണ്ണിന് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? നേരെ മറിച്ച് പെൺകുട്ടികൾക്കാണെങ്കിൽ, സ്ത്രീകൾക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരുപാട് നാവുകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. തെറ്റേതാ ശരിയേതാ എന്ന് മനസ്സിലാക്കാതെ റീച്ചിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അവളും അവളുടെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. ആ പാവം ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. വീട്ടിലെത്തി ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി കാണുമ്പോൾ നെഞ്ച് പൊട്ടിയാണ്ട് അവർ ആത്മഹത്യ ചെയ്തു. ആർക്ക് നഷ്ടം? അവരുടെ വീട്ടുകാർക്ക് നഷ്ടം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു തലമുറ ഇനി നമുക്കിടയിൽ ഉണ്ടാവണം.